Hi students, welcome back to a new class. Today we are discussing about that Crowboy, the lesson in the 6th standard textbook. അപ്പോൾ നമ്മളെ ഇന്ന് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്രോബോയ് എന്ന പാഠഭാഗത്തിന്റെ ചോദ്യങ്ങളും അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെയാണ്. ചോദ്യങ്ങളും മറ്റ് ലെറ്റേഴ്സും അതുപോലുള്ള ചോദ്യോത്തരങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ആദ്യം നോക്കാം. ഇവിടെ നമ്മളെ പാഠത്തിന്റെ സൈഡിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിന്റെ ഉത്തരങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താ? വൈ ഡിഡ് ചിബി ഹൈഡ് ഇൻ ദി സെല്ലാർ? എന്തിനാണ് ചിബി സെല്ലാറിൽ ഒളിച്ചിരുന്നത്? എന്തിനാണ് ഒളിച്ചിരുന്നത്? നോക്കാം. സിബി വാസ് സ്കെയർഡ്. ഹി ഡിഡ് നോട്ട് നോ എനിവൺ, സോ ഹി ഹൈഡ് ഇൻ ദി സെല്ലാർ. ചിബി വളരെ പേടിച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ടൊന്നും അവന് ആരെയും ഒന്നും അറിയില്ല, അതുകൊണ്ടാണ് അവൻ സെല്ലാറിൽ ഒളിച്ചിരുന്നത്. The second one, what does the nickname ചിബി mean? ചിബി എന്ന നിക്നെയിമിന്റെ മീനിങ് എന്താണ്? ചിബി മീൻസ് എ ടൈനി ബോയ്. ഹി വാസ് വെരി സ്മോൾ ഇൻ സൈസ്. അല്ലെ, അവന് വളരെ ചെറിയ കുട്ടിയായിരുന്നു, ചെറിയ സൈസ് ചെറുതായിരുന്നു, അതുകൊണ്ടാണ് അവന് ചിബി എന്ന് വിളിച്ചിരുന്നത്. പിന്നെ why was ചിബി ലെഫ്റ്റ് അലോൺ അറ്റ് സ്റ്റഡീസ് ടൈം? എന്താണ്? പഠിക്കുന്ന സമയത്ത് ചിബി എന്തിനാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ്? എന്തുകൊണ്ടാണ്? ചിബി വാസ് ടു ഷൈ. ചിബി വളരെ നാണുള്ള ആളാണ്. ഹി വാസ് സ്കെയർഡ് ടു ടോക്ക്. സംസാരിക്കാൻ ഭയങ്കര മടിയാണ്. സോ നോ വൺ പ്ലേഡ് ഓർ ടോക്ട് വിത്ത് ഹിം. അതുകൊണ്ട് ആരും അവൻ്റെ കൂടെ കളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. അതുകൊണ്ട് അവൻ എപ്പോഴും ഒറ്റയ്ക്കിരുന്നാണ് പഠിക്കുന്നത്. പിന്നെ അടുത്തത്, ഹൗ ഡിഡ് ചിബി അമ്യൂസ് ഹിംസെൽഫ് ഡ്യൂറിങ് ക്ലാസ് അവേഴ്സ്? എങ്ങനെയാണ് ചിബി ക്ലാസ് സമയത്ത് സ്വന്തത്തെ തന്നെ ആസ്വദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആസ്വാദനം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ക്ലാസ് ടൈമില് ചിബി ലുക്ക്ഡ് അറ്റ് ഹിസ് ഡെസ്ക്. ഹി സ്റ്റാർട്ടഡ് ടു സീലിംഗ്. ഹി വാച്ച്ഡ് തിങ്സ് അറൌണ്ട് ഹിം. അല്ലെ, അവന് ഡെസ്കിലേക്ക് നോക്കും, അവന് സീലിംഗിലേക്ക് നോക്കും, അതുപോലെ തനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് അവൻ ക്ലാസ് സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത്, വൈ ഡിഡ് എവരിവൺ കോൾ ചിബി സ്ലോ പോക്ക്? എന്തുകൊണ്ടാണ് എല്ലാവരും ചിബിനെ സ്ലോ പോക്ക് എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ്? ചിബി വാസ് സ്ലോ. ചിബി വളരെ സ്ലോ ആണ് എല്ലാ കാര്യത്തിലും. ഹി ഡിഡ് നോട്ട് ടോക്ക് ഓർ പ്ലേ. അവന് സംസാരിക്കാനും കളിക്കാനും കഴിയില്ല, അതുകൊണ്ട് അവനെ സോ എവരിവൺ കോൾ ഹിം സ്ലോ പോക്ക്. അതുകൊണ്ട് അവന് എല്ലാവരും സ്ലോ പോക്ക് എന്ന് വിളിച്ചു. അടുത്തതോ, ഹൂ ചേഞ്ച്ഡ് ദ വേ വി ലുക്ക്ഡ് അറ്റ് ചിബി? ചിബിയെ നമ്മൾ കാണുന്ന ആ നോട്ടം ഉണ്ടല്ലോ, അത് മാറ്റിയത് ആരാണ് മാറ്റിയത്? മിസ്റ്റർ ഈസോപ്പ് ചേഞ്ച്ഡ് ദ വേ വി ലുക്ക്ഡ് അറ്റ് ചിബി. ഹി വാസ് എ കൈൻഡ് ടീച്ചർ. അദ്ദേഹം ഒരു നല്ല സ്നേഹമുള്ള കൈൻഡായ ടീച്ചറായിരുന്നു. അല്ലെ, അവനാണ് ഈ ചിബിയെ എങ്ങനെ അങ്ങ് കാണരുത് എന്ന് എല്ലാവരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തിയത്, മിസ്റ്റർ ഈസോപ്പ്. അടുത്തത് ചോദ്യം എന്താണ്? ഹൗ ഡിഡ് മിസ്റ്റർ ഈസോപ്പ് എൻകറേജ് ചിബി? ഈസോപ്പ് എങ്ങനെയാണ് ചിബിയെ എൻകറേജ് ചെയ്തത്? എങ്ങനെയാണ്? മിസ്റ്റർ ഈസോപ്പ് ലൈക്ക് ചിബി ഡ്രോയിങ്സ്. ഈസോപ്പ് ചിബിയുടെ ഡ്രോയിങ്സിന് ഇഷ്ടപ്പെട്ടു. അല്ലെ, ഹി പുട്ട് ദം ഓൺ ദ വാൾ. അതിനെ ചുമരിൽ പതിച്ചു. ഹി ടോക്ട് കൈൻഡ്ലി ടു ചിബി. ചിബിയെ എന്ത് ചെയ്തു? അവനോട് സ്നേഹത്തോടെ സംസാരിച്ചു. ഹി ഓഫൻ സ്പെൻഡ് ടൈം ടോക്കിംഗ് ടു ചിബി വെൻ നോ വൺ വാസ് അറൌണ്ട്. ആരും ഇല്ലാത്ത സമയത്ത് ചിബിയോട് എപ്പോഴും ടീച്ചർ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അല്ലെ, ഈസോപ്പ് സാറ്. പിന്നെ അടുത്ത ചോദ്യം, ഹൗ ഡിഡ് മിസ്റ്റർ ഈസോപ്പ് ഹെൽപ്പ് ചിബി ഫീൽ ബെറ്റർ അബൌട്ട് ഹിംസെൽഫ്? തന്നെ കുറിച്ച് ഫീൽ ബെറ്റർ ആക്കിയത് എങ്ങനെയാണ്? സ്വയം ഫീൽ ബെറ്റർ തോന്നിക്കാൻ ചിബിയെ സഹായിച്ചത് എങ്ങനെയാണ് ഈസോപ്പ്? എങ്ങനെയാണ് സഹായിച്ചത്? ഹി പ്രൈസ് ചിബീസ് വർക്ക്. ചിബീസിന്റെ അവന്റെ വർക്കുകൾ അതിനെ പ്രശംസിച്ചു. ഹി ലിസൺ ടു ഹിം. അവനെ കേട്ടു. ഹി മേഡ് ചിബി ഫീൽ സ്പെഷ്യൽ. ഞാനൊരു സ്പെഷ്യൽ ആണെന്ന് ചിബിയെ തോന്നിക്കുമാറ് കാര്യങ്ങൾ പറഞ്ഞു. അല്ലേ?
വാട്ട് പെർഫോമൻസ് ഡിഡ് ചിബി ഗിവ് അറ്റ് ദ ടാലന്റ് ഷോ? ടാലന്റ് ഷോയിൽ ചിബി എന്ത് പെർഫോമൻസ് ആണ് നടത്തിയത്? എന്ത് പെർഫോമൻസ് ആണ്? ചിബി മേഡ് ദ സൗണ്ട്സ് ഓഫ് ക്രോ. കാക്കയുടെ സൗണ്ട് ഉണ്ടാക്കി അല്ലെ? ഹി ഇമിറ്റേറ്റഡ് ബേബി ക്രോസ് ആൻഡ് ബിഗ് ക്രോസ്. ചെറിയ കാക്കകളും വലിയ കാക്കകളുടെയും സൗണ്ടാണ് അവന് ടാലന്റ് ഷോയിൽ നടത്തിയത്. അടുത്തതോ, ഹൗ ഡിഡ് ചിബി ലേൺ ദ ക്രൈസ് ഓഫ് ദി ക്രോ? കാക്കയുടെ ശബ്ദം ഇങ്ങനെ അവൻ എങ്ങനെയാണ് പഠിച്ചത്? ചിബി എങ്ങനെയാണ് പഠിച്ചത്? ചിബി വാക്ക്ഡ് ദി സ്കൂൾ എവറി ഡേ. എല്ലാ ദിവസവും ചിബി നടന്നാണ് സ്കൂളിലേക്ക് വരിക. ഹി ലിസൺ ടു ദി ക്രോസ് ഓൺ ദ വേ. വഴിയിലുള്ള കാക്കകൾ അവൻ ശ്രദ്ധിച്ചു. ദാറ്റ്സ് ഹൗ ഹി ലേൺ ദെയർ ക്രൈസ്. അങ്ങനെയാണ് അവൻ അതിന്റെ എന്താണ് ആ കരച്ചില് പഠിച്ചത്. പിന്നെയോ, ഹൗ ഡിഡ് ദ അതർ ചിൽഡ്രൻ റിയാക്ട് ടു ചിബീസ് പെർഫോമൻസ്? ചിബിയുടെ പെർഫോമൻസ് കണ്ട് മറ്റു കുട്ടികൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? ദേ വർ സർപ്രൈസ്ഡ്. അവർ അത്ഭുതപ്പെട്ടു. ദേ ലൈക്ഡ് ഇറ്റ്. സം ഇവൻ ക്രൈഡ്. അവർ വല്ലാതെ അത് ഇഷ്ടപ്പെട്ടു. ചിലർ കരയുക പോലും ചെയ്തു അവന്റെ പെർഫോമൻസ് കണ്ടിട്ട്. അടുത്ത്, വാട്ട് ന്യൂ ഗെയിം ഡിഡ് ചിബി ഗെറ്റ് ആഫ്റ്റർ ദ ടാലന്റ് ഷോ? വൈ? ന്യൂ നെയിം. വാട്ട് ന്യൂ നെയിം എന്നാണ് ചിബി ആ ടാലന്റ് ഷോയ്ക്ക് ശേഷം ചിബിക്ക് വേറെ ഏത് പേരാണ് കിട്ടിയത്? എങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ ആ പേര് കിട്ടി? ചിബി വാസ് ക്ലോഡ് ക്രോബോയ്. ക്രോബോയ് എന്നുള്ള പേര് കിട്ടി ആഫ്റ്റർ ദ ഷോ ബിക്കോസ് ഹി ഇമിറ്റേറ്റ് ക്രോസ് ക്രൈസ്. അതായത് കാക്കയുടെ ശബ്ദമാണ് അവൻ ഇമിറ്റേറ്റ് ചെയ്തത്. ആൻഡ് ഹിസ് പെർഫോമൻസ് വാസ് എക്സലന്റ്. അവന്റെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു അല്ലേ? അപ്പൊ അത്രയും ചോദ്യങ്ങള്. ഇനി നമുക്ക് എന്താണ് ഇവിടെ വേറൊരു ആക്ടിവിറ്റി ഉണ്ട്. ലെറ്റ് us ഡെവലപ്പ് എ സ്റ്റോറി മാപ്പ് അബൌട്ട് ചിബി അറ്റ് ഹിസ് സ്കൂൾ. ഒരു സ്റ്റോറി മാപ്പ് തയ്യാറാക്കാം. ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് വേ ടു ഫൈൻഡ് ഓൾ ദി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദി സ്റ്റോറി. ഈ എന്താണ് അതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയ വഴിയാണ് ഇത് ഈ സ്റ്റോറിയുടെ എല്ലാ ഭാഗങ്ങളും മനസ്സിലാക്കി. ലൈക്ക് വേർ ഇറ്റ് ഹാപ്പൻസ്, എവിടെയാണ് നടന്നത്, ഹു ആർ ഇൻ ഇറ്റ്, ആരൊക്കെയാണ് അതിലുള്ളത്, ആൻഡ് വാട്ട് ഇവന്റ് ടേക്ക് പ്ലേസ്, എന്തൊക്കെ സംഭവങ്ങളാണ് അവിടെ നടന്നത്. അപ്പോൾ ഓരോന്നും നമുക്ക് കണ്ടെത്തണം. ടൈറ്റിൽ ഓഫ് ദി സ്റ്റോറി, ഓതർ ആരാ, സെറ്റിംഗ്, ഇതെവിടെയാണ് നടന്നതെന്നുള്ളത്, ക്യാരക്ടേഴ്സ്, മിഡിൽ, ബിഗിനിങ് ഇങ്ങനെയാണ്, മിഡിൽ ഇങ്ങനെയാണ്, എൻഡിങ് ഇങ്ങനെയാണ്. ഇവിടെ ബിഗിനിങ് കൊടുത്തിട്ടുണ്ട് അല്ലെ, മിഡിൽ എൻഡിങ് ഒക്കെ വരണം. അതിന്റെ അവസാനം വാട്ട് ഡസ് ദ സ്റ്റോറി ടെൽ us അബൌട്ട് ട്രീറ്റിംഗ് അതേഴ്സ് ഹു ആർ ഡിഫറെന്റ് ഫ്രം us. നമ്മളിൽ നിന്ന് വ്യതിരിക്തരായ ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. അതൊക്കെ എഴുതാം. എങ്ങനെ എഴുതാം നമുക്ക്? ദ സ്റ്റോറി മാപ്പ്. ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി, ചിബി അറ്റ് സ്കൂൾ. ഓതർ ആരാണ്? ടാരോ യാഷിമ. പിന്നെ സെറ്റിംഗ്, വേർ ആൻഡ് വെൻ ദ സ്റ്റോറി ടേക്ക് പ്ലേസ്. സ്കൂൾ എവിടെ നടക്കുന്നത്? ഇവിടെ അറ്റ് സ്കൂളിലാണ് നടക്കുന്നത്. ഓൺ ദ ഫസ്റ്റ് ഡേ, ഫസ്റ്റ് ദിവസം. ക്യാരക്ടേഴ്സ്, ഇമ്പോർട്ടൻറ്റ് പീപ്പിൾസ് ഓർ അനിമൽസ് ഇൻ ദി സ്റ്റോറി. ആരൊക്കെയാണ്? ചിബി, മിസ്റ്റർ ഈസോപ്പ് ആൻഡ് അതർ കിഡ്സ്. Beginning, on the first day of the school, Chibi hides because he feels different and alone. ഒരു ഫസ്റ്റ് ദിവസം ചിബി ഒളിഞ്ഞിരിക്കുകയാണ്. ഹി സ്മോൾ ആൻഡ് ക്വൈറ്റ്, അവന് വളരെ ചെറുതാണ്, ക്വൈറ്റ് ഉണ്ടായിരിക്കും. ആൻഡ് അതർ കിഡ്സ് കോൾ ഹിം ചിബി ആൻഡ് ലീവ് ഹിം ഔട്ട്, അവനെ അവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകും. ഇനി സെൻട്രൽ എന്താ നടക്കുന്നത്? ഇൻ ദി മിഡിൽ പാർട്ട് ഓഫ് ദി സ്റ്റോറി, ചിബി സ്റ്റേസ് ക്വൈറ്റ് ആൻഡ് ഡിഫറെന്റ് ഫ്രം അതർ ചിൽഡ്രൻ. മറ്റു കുട്ടികളിൽ നിന്ന് വ്യതിരിക്തനായി നിൽക്കുന്നു. ഹി സ്പെൻഡ് ടൈം അലോൺ വാച്ചിങ് ഇൻസെക്ട്സ് ആൻഡ് ഇൻ ലിസണിങ് ടു ദി സൗണ്ട്സ് അറൌണ്ട് ഹിം. ഈ ചാരികളെയും പാറ്റകളെയൊക്കെ നോക്കി അവനിരിക്കും, ചുറ്റുപാടും നോക്കിയിരിക്കും. ഈവൻ ദോ അതർ കോൾസ് ഹിം സ്ലോ സ്പോക്ക്, അവനെ സ്ലോ പോക്ക് എന്ന് വിളിച്ചു. ഹി നെവർ മിസ്സസ് എ ഡേ ഓഫ് സ്കൂൾ ആൻഡ് ആൾവേസ് ബ്രിങ് ദ സെയിം ലഞ്ച്. അവനൊരു ദിവസം സ്കൂൾ ഒഴിവാക്കിയിട്ടില്ല, എല്ലാ ദിവസവും ഒരേ ലഞ്ച് കൊണ്ടുവരും. എ കൈൻഡ് ടീച്ചർ, മിസ്റ്റർ ഈസോപ്പ് എന്ന ദയയുള്ള ടീച്ചർ, നോട്ടീസ് ചിബീസ് ടാലൻസ്, ചിബിയുടെ കഴിവുകൾ മനസ്സിലാക്കി അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. സ്ലോലി, പെട്ടെന്ന്, അതർ ബിഗിൻ ടു സീ ദാറ്റ് ചിബി ഈസ് എ സ്പെഷ്യൽ ഇൻ ഹിസ് ഓൺ വേ. അവന്റെ വഴികൾ അവൻ സ്പെഷ്യൽ ആണ് എന്ന് മനസ്സിലായി. അങ്ങനെ അവസാനം എൻഡിങ് ഇതാണ്, താഴെ വരണേ. അറ്റ് ദി സ്കൂൾ ടാലന്റ് ഷോ, ചിബി സർപ്രൈസ്ഡ് എവരിവൺ. എന്ത് ചെയ്തു? ഈ എൻഡിങ്ങിന് താഴെ എഴുതണം കേട്ടോ, നമുക്കത് ഇതിന്റെ കൂടെ ചേർന്ന് പോയതാണ്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ബൈ ഇമിറ്റേറ്റിംഗ് ക്രൈസ് ഓഫ് ക്രോസ്, കാക്കയുടെ ശബ്ദം ഉണ്ടാക്കിയിട്ട്. ഹി ഷോസ് ഡിഫറെന്റ് സൗണ്ട്സ് മെയ്ഡ് ബൈ ബേബി ആൻഡ് അഡൽട്ട് ക്രോസ്. ചെറിയ കാക്കകളും വലിയ കാക്കകളും എങ്ങനെ കരയുന്നതെന്ന് അവൻ ഇമിറ്റേറ്റ് ചെയ്തു. ദ ഓഡിയൻസ് വാസ് അമേസ്ഡ് ആൻഡ് മൂവ്ഡ് ബൈ ഹിസ് ടാലന്റ്. അവന്റെ
ഇത് കണ്ടിട്ട് അവർക്ക് അത്ഭുതമായി. മിസ്റ്റർ ഈസോപ്പ് ടോൾഡ് എവരി വൺ ഹൗ ചിബി ലേൺ ദോസ് സൗണ്ട്സ് ഓവർ 6 years. എങ്ങനെ എന്താണ് എല്ലാവരോടും ഈസോപ്പ് പറഞ്ഞു എങ്ങനെയാണ് ഈ സൗണ്ട് 6 വർഷം കൊണ്ട് പഠിച്ചത്. ഫ്രം ദാറ്റ് ഡേ നോ വൺ കോൾ ഹിം ചിബി, റെസ്പെക്ട്ഫുള്ളി കോൾ ഹിം ക്രോബോയ്. അതിനുശേഷം ആരും അവനെ ചിബി എന്ന് വിളിച്ചില്ല, പിന്നെ ക്രോബോയ് എന്ന് വിളിച്ചു. അല്ലെ? അതിൽ അവസാനത്തത് വാട്ട് ഡസ് സ്റ്റോറി ടെൽ us about treating others who are different from us. നമ്മിൽ നിന്ന് വ്യതിരിക്തരായ ആളുകളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. The story tells us to be kind to others. എല്ലാവരോടും കൈൻഡ് ആയിരിക്കണം, ഈവൻ ഇഫ് ദേ ആർ ഡിഫറെന്റ്. അവർ വ്യത്യസ്തരാണെങ്കിലും. We should not laugh at or ignore anyhim. ആരെ നോക്കി ചിരിക്കരുത്, കളിയാക്കരുത്, അവരെ ഒഴിവാക്കരുത്. Everyone has something special inside. എല്ലാവരുടെയും ഉള്ളിൽ സ്പെഷ്യലായി എന്തെങ്കിലും ഉണ്ടാവും. We must give others a chance to show their talents. അവരുടെ കഴിവുകൾ പ്രകടമാക്കാൻ നമ്മൾ അവർക്ക് ചാൻസ് കൊടുക്കണം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ട്രീറ്റ് എവരി വൺ വിത്ത് റെസ്പെക്ട് ആൻഡ് ലവ്. എല്ലാവരെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നമ്മൾ ട്രീറ്റ് ചെയ്യണം. മനസ്സിലായോ? ഇനി അടുത്ത ചോദ്യം. ഹിയർ ഈസ് എ താങ്ക് യു നോട്ട് പ്രിപ്പയർഡ് ബൈ ചിബി ഫോർ ഹിസ് ടീച്ചർ മിസ്റ്റർ ഈസോപ്പ്. ഈസോപ്പ് തയ്യാറാക്കിയ ഒരു ടീച്ചർക്കുള്ള താങ്ക്സ് മെസ്സേജ് ആണ്. എന്താണ്? താങ്ക് യു ഡിയർ ടീച്ചർ, താങ്ക് യു ഫോർ ബീയിങ് എ വണ്ടർഫുൾ ടീച്ചർ ടു മീ. എന്നെ ഒരു നല്ല ടീച്ചർ, താങ്കൾ എനിക്കൊരു നല്ല ടീച്ചർ ആയതിൽ താങ്കളോട് നന്ദിയുണ്ട്. യു ഹെൽപ്പ് മീ വെൻ ഐ വാസ് സ്കെയർഡ് ആൻഡ് ലോൺലി. ഞാൻ പേടിച്ചപ്പോൾ ഒറ്റയ്ക്കായപ്പോഴും നിങ്ങൾ എന്നെ സഹായിച്ചു. ഐ ആം സോ താങ്ക്ഫുൾ ഫോർ യുവർ കൈൻഡ്നെസ് ആൻഡ് സപ്പോർട്ട്. നിങ്ങളുടെ കൈൻഡ്നെസ്സിനും സപ്പോർട്ടിനും വലിയ നന്ദിയുണ്ട് എനിക്ക്. ലവ് ചിബി എന്ന് എഴുതി. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? റൈറ്റ് എ താങ്ക് യു നോട്ട് ടു യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ ഹെൽപ്പിംഗ് യു വിത്ത് യുവർ ഇംഗ്ലീഷ് ലെസൺ. ഇംഗ്ലീഷ് ലെസൺ പഠിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു കത്ത് എഴുതാൻ. എങ്ങനെ എഴുതാം? നമുക്ക് ഇതുപോലെ തന്നെ എഴുതാം അല്ലെ? ഡിയർ ടീച്ചറിന് ഡിയർ ഫ്രണ്ട് എന്ന് എഴുതാം. താങ്ക് യു ഫോർ ബീയിങ് എ ഹെൽപ്ഫുൾ ഫ്രണ്ട് ഫോർ മീ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ കാണാം. ഡിയർ ജാസൻ, നിങ്ങളുടെ കൂട്ടുകാരന്റെ പേര് ജാസൻ ആയിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് മീ വിത്ത് മൈ ഇംഗ്ലീഷ് ലെസൺ. എന്റെ ഇംഗ്ലീഷ് ലെസണിൽ എന്നെ സഹായിക്കുന്നതിനോട് നന്ദിയുണ്ട്. യു ആർ ആൾവേസ് പേഷ്യന്റ് വിത്ത് മീ. എന്റെ കൂടെ എപ്പോഴും ക്ഷമിച്ചിരിക്കും. ജസ്റ്റ് ലൈക്ക് മിസ്റ്റർ ഈസോപ്പിനെ പോലെ. വാസ് വിത്ത് ചിബി. ചിബിയുടെ കൂടെ ഈസോപ്പ് ടീച്ചർ ഇരുന്ന പോലെ. യു മേഡ് മീ ഫീൽ കോൺഫിഡന്റ് ആൻഡ് ഹെൽപ്പ് മീ അണ്ടർസ്റ്റാൻഡ് തിങ്സ് ദാറ്റ് വേർ ഹാർഡ് അറ്റ് ഫസ്റ്റ്. എനിക്ക് ആദ്യം വളരെ പാടായിരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ എന്നെ സഹായിച്ചതിനും എന്നെ ആത്മവിശ്വാസമുള്ളവനാക്കിയതിനും ഞാൻ നിന്നോട് നന്ദി പറയുന്നു. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ സപ്പോർട്ട്. നിന്റെ സപ്പോർട്ടിന് എനിക്ക് നന്ദിയുണ്ട്, നിന്റെ ഫ്രണ്ട്ഷിപ്പിന് നന്ദിയുണ്ട്. വിത്ത് താങ്ക്സ് ജസീൽ. നിങ്ങളുടെ പേര് ജസീൽ, നിങ്ങളുടെ പേര് വേണമെങ്കിൽ കൂടെ മാറ്റാം കേട്ടോ. അടുത്ത ചോദ്യം. റൈറ്റ് എ താങ്ക് യു നോട്ട് ഫോർ യുവർ ട്രെയിനർ കോച്ച് ഹു ഹെൽപ്പ് യു ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആർട്സ് ഫെസ്റ്റിവൽ ഓർ സ്പോർട്സ് ഇവന്റ്. ആർട്സ് ഫെസ്റ്റിവലിനും സ്പോർട്സ് ഇവന്റിനും നിങ്ങൾ സഹായിച്ച ട്രെയിനർ കോച്ച് അവർക്ക് വേണ്ടി അവരോട് നിങ്ങൾ നന്ദി പറയുന്ന രീതിയിൽ ഒരു താങ്ക് യു നോട്ട് തയ്യാറാക്കാൻ. എങ്ങനെ തയ്യാറാക്കാം? ഇതുപോലെ തന്നെ. ഡിയർ സർ, താങ്ക് യു ഫോർ എൻകറേജിങ് മീ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ആർട്ട് ഫെസ്റ്റിവൽ. ആർട്ട് ഫെസ്റ്റിവലിനെ സഹായിച്ചതിന് നന്ദിയുണ്ട്. ജസ്റ്റ് ലൈക്ക് മിസ്റ്റർ ഈസോപ്പ് ഹെൽപ്പ് ചിബി ഷോ. അതായത് ഈസോപ്പ് ഹെൽപ്പ് ചിബിയെ സഹായിച്ചു അവന്റെ കഴിവുകൾ വേൾഡിൽ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. യു ഹെൽപ്പ് മീ ബ്രിങ് ഔട്ട് മൈ ബെസ്റ്റ്. എന്റെ ഏറ്റവും ബെസ്റ്റ് പുറത്തു കൊണ്ടുവരാൻ താങ്കൾ എന്നെ സഹായിച്ചു. യു സപ്പോർട്ട് ആൻഡ് ബിലീവ് ഇൻ മീ ഗേവ് മീ ദ കറേജ് ടു പെർഫോം ചെയ്യാൻ എനിക്ക് ധൈര്യം നൽകി. ഐ വിൽ ആൾവേസ് ബി താങ്ക്ഫുൾ ഫോർ യുവർ ഗൈഡൻസ്. താങ്കളുടെ നിർദ്ദേശങ്ങൾക്ക് ഞാൻ എപ്പോഴും നന്ദിയുള്ളവനായിരിക്കും. സിൻസിയർലി ജസീൽ. നിങ്ങളുടെ പേര് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് താങ്ക് യു നോട്ട് തയ്യാറാക്കാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അതുപോലെ പഴയ ക്ലാസ്സുകളുടെ എല്ലാ ആൻസറുകളും ചോദ്യങ്ങളും ഇനി വരുന്നതിന്റെ എല്ലാം ഈ ചാനലിൽ തന്നെ 6th സ്റ്റാൻഡേർഡ് ഓൾ സബ്ജക്ട്സ് എന്ന പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ടാവും കേട്ടോ. അതിൽ നിങ്ങൾക്ക് പോയാൽ എല്ലാ സബ്ജക്റ്റിന്റെയും ഉത്തരങ്ങളും മറ്റുകളൊക്കെ കിട്ടും. പോയി നോക്കാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.